ഫണ്ണിയസ്റ്റ് മൊമെന്റ് സീരീസിലെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ട് ചിരിച്ച് രസിക്കാൻ പറ്റുന്ന ധാരാളം സംഭവങ്ങൾ ഇതിലുണ്ട്. അതുകൊണ്ട് അധികം വൈകിക്കാതെ ആ സംഭവങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഉടനെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ ആദ്യത്തെ സംഭവത്തിൽ നമുക്ക് കാണാം, ഇതെന്തോ അപകട മേഖലയാണ്, സൂക്ഷിച്ച് വണ്ടി ഓടിക്കണം എന്നൊക്കെ വാർണിംഗ് സൈൻ വെച്ചിട്ടുണ്ട്. ഇനി അത് അത്ര വലിയ അപകട മേഖലയാണോ എന്ന് സംശയമുള്ളവർക്ക് അതിന്റെ പ്രൂഫും അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പൊതുവെ ഇങ്ങനെ വാർണിംഗ് സൈൻ വെച്ചാലും അധികം ആളുകൾ അത് ശ്രദ്ധിക്കാറൊന്നുമില്ല. പക്ഷെ ഇതിപ്പോ ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിന് ലൈവ് എക്സാമ്പിൾ അവിടെ തന്നെ ഉള്ളത് കൊണ്ട് ആളുകൾ ശ്രദ്ധിക്കാനാണ് ചാൻസ്. ചിലർ അനുഭവത്തിൽ നിന്ന് പഠിക്കുമെന്നൊക്കെ പറയാറുണ്ട്, പക്ഷെ അനുഭവിച്ചിട്ടും പഠിക്കാത്ത ചിലരുമുണ്ട്. ഇല്ല, കുഴപ്പമില്ല, അധികം ആരും കണ്ടിട്ടില്ല, ഒന്നും സംഭവിക്കാത്ത മട്ടിൽ നടന്നാൽ മതി. സ്കൂട്ടറിൽ വന്ന ചേട്ടൻ ഒരേ വൈബ് കേട്ടോ. രാജ്യത്തായതിന്റെ സന്തോഷത്തിൽ ഒരു കൂട്ടം ആളുകളുടെ ആഹ്ലാദ പ്രകടനമാണ് നമ്മളിവിടെ കാണുന്നത്. പക്ഷേ ചതിക്കാൻ പാടില്ല. അപ്പൊ ഞാൻ പൊട്ടണ ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ പൊട്ടണ ആഘോഷത്തിന്റെ ആവേശത്തിൽ എറിഞ്ഞതിന്റെ ശക്തി കുറച്ച് കൂടിപ്പോയതാ, പാവം. എങ്ങനെ ഇരിക്കുന്നു? ഇതിപ്പോ സത്യത്തിൽ എന്താ സംഭവം? ലേറ്റ് ആയതുകൊണ്ട് ട്രെയിൻ കിട്ടാത്തത് കാരണം ഈ JCB കാരൻ പുള്ളിക്ക് ലിഫ്റ്റ് കൊടുത്തത് വല്ലതും ആണോ? ഇനി വളരെ ഇന്റലിജന്റ് ആയ ഒരു കുട്ടിയെ നമുക്ക് പരിചയപ്പെടാം. ചോദിച്ചോട്ടെ, ഈ കാപ്പി ഇല്ലേ, കാപ്പി, അതിന് ഇംഗ്ലീഷിൽ എന്തിനാ പറയുന്നത്? കാപ്പിക്ക് ഇനി നമുക്ക് സ്വല്പം സ്പോർട്സിലേക്ക് കടക്കാം. ആദ്യം തന്നെ കുറച്ച് ഫുട്ബോൾ ആയിക്കോട്ടെ. അപ്പോൾ ഇതിൽ നമുക്ക് കാണാം, ഒരു പെനാൽറ്റി ഷൂട്ടൌട്ട് ആണ് നടക്കുന്നത്. അപ്പോൾ കിക്ക് എടുക്കുമ്പോൾ പവർ കിട്ടാനാണോ എന്തോ കിക്ക് എടുക്കുന്നവൻ 1/2 കിലോമീറ്റർ പിന്നിലേക്ക് പോയി അവിടെ നിന്ന് ഓടി വന്നിട്ടാണ് കിക്ക് എടുക്കാൻ തീരുമാനിച്ചത്. എന്തായാലും എന്താവുമെന്ന് നോക്കാം. penalty tó dùn jù ní fóònù mi fẹ́ kú yìí o. ókè lílé ìbágbá sí ókè ìléṣe lẹ́tí máa lọ gbé bọ̀ ìléṣe. olórí ayé ń ta mọ́ ọ́nẹ́ burúkú ni ayé ẹ̀ ti bàjẹ́. penalty orí ibu tó fẹ́ gbá náà nìyẹn, ọmọ àlè. ഇനി മറ്റൊരു പെനാൽറ്റി ഷൂട്ടൌട്ട് കൂടി. മോനെ, റിയാക്ഷൻ ടൈം നോക്കണം. ബോൾ ഷൂട്ട് ചെയ്തത് ഇന്നാണെങ്കിൽ ഡൈവ് ചെയ്തത് നാളെയാണ്. പക്ഷെ എന്തായാലും ആ എഫേർട്ട്, അതാണ് മെയിൻ. ഇനി കുറച്ച് ക്രിക്കറ്റ് ആവാം. ആദ്യം തന്നെ നമുക്ക് കാണാം, ബാറ്റ്സ്മാൻ ഇവിടെ മാസ് എൻട്രി ഒക്കെ നടത്തുന്നുണ്ട്. പുള്ളി നാട്ടിലെ മെയിൻ പ്ലെയർ ആണെന്ന് തോന്നുന്നു. എന്തായാലും കളിക്കളത്തിലെ പുള്ളിയുടെ സംഹാര താണ്ഡവത്തിന് നമുക്ക് സാക്ഷിയാകാം. MS Dhoni needs to play a captain's knock here. 199 matches. Look at that average, unbelievable. And strike rate. कदम से दौड़े शादी सामना करेगा।
അപ്പൊ എന്തായാലും മികച്ച ബാറ്റ്സ്മാൻമാരെയൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ പിന്നെ മികച്ചൊരു ബോളറെ കൂടി കാണാതെ എങ്ങനെയാ? അതുകൊണ്ട് ദാ കണ്ടോ. അടുത്തതായി നമ്മളിവിടെ കാണുന്നത് മറ്റൊന്നുമല്ല, അപ്പാപ്പന്റെയും പിള്ളേരുടെയും ആഘോഷം മാത്രമാണ്. അടുത്തതായി നമ്മളിവിടെ കാണുന്നത് ഒരു പ്രോ ഫൈറ്ററിനെയാണെന്ന് തോന്നുന്നു. പുള്ളി കാര്യമായിട്ട് എന്തൊക്കെയോ ചെയ്യാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. എന്തായാലും ഫൈറ്ററിന്റെ സ്കിൽസ് ഒക്കെ നമുക്ക് കണ്ടു നോക്കാം. നേരത്തെ വന്ന പ്രോ ഫൈറ്റർ നമ്മളെ നിരാശപ്പെടുത്തിയെങ്കിലും ഈ അൾട്രാ പ്രോ മാക്സ് ഫൈറ്റർ നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. എന്റെ എത്ര കളി കണ്ടിട്ടുള്ളതാ നീ? ഒടുക്കത്തെ ഈ കളി കൂടി നീ ഒന്ന് കാണ. ലിയോ അത് വണ്ടിയിൽ ആരോ വന്നിട്ടുണ്ട്. ഇത്രയും നിഷ്കളങ്കനായ ഒരു നായെ കണ്ടിട്ടാണോ ഇവരെങ്ങനെ പേടിച്ച് മുട്ടയിടുന്നേ? ധൈര്യമായിട്ടിരിക്കൂ എന്ന് പറയേണ്ട താമസം അതാ കയറിങ്ങനെ ഇറക്കുമ്പോ ഒരു സഹോദരൻ വന്നിട്ട് കത്തിക്കൊണ്ടേ ആളെ കണ്ടില്ല. ചെറിയൊരു കയ്യബദ്ധം ആർക്കും പറ്റാവുന്നതേ ഉള്ളൂ. ചിലപ്പോൾ ഒറ്റ നോട്ടത്തിൽ പ്രഭാതത്തിൽ മഞ്ഞുമൂടി കിടക്കുന്ന മനോഹരമായൊരു വഴിയാണിതെന്ന് തോന്നിയേക്കാം. പക്ഷേ സത്യാവസ്ഥ അതല്ല. ചെവിയും കണ്ടൂടാ, കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് യാത് ജില്ല? എന്റെ അച്ഛനാ കണ്ട, പണ്ട് ഞാൻ ചോറിനോണ്ട് ഫോണിൽ കളിക്കുമ്പോൾ എന്നെ ചീത്ത വിളിക്കുന്നതാ. ഒരു ഫോൺ മേടിച്ചു കൊടുത്തപ്പോ കണ്ട മാറ്റം കണ്ട. ആ കാലം മാറിയതിനനുസരിച്ച് അച്ഛനും മാറി, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. This is a perfect example of the most dangerous place is the safest place. ഒന്നെങ്കിൽ ആ എലി മഹാബുദ്ധിമാനായതുകൊണ്ട് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ ആ എലി മണ്ടനായതുകൊണ്ട് ചെയ്തതായിരിക്കാം. എടാ പോടാ, നിയമങ്ങളൊക്കെ തെറ്റിക്കാനുള്ളതല്ലേടാ. നിയമത്തിന്റെ വഴി, എനിക്ക് എന്റെ വഴി. നോക്കാം. ഇതേതാ ഇവൻ? This is for your hard work. Yes, thank you. And you did it perfectly. You did it with the perfect timing, with good dance, good moves, everything. And Kidilam show is basically like with a good wire. Stomach. With a good stomach. Yes. अच्छा लग रहा है, अच्छा. मस्त बॉडी है ये, कॉम्प्लीमेंट है ना? Thank you. ഇതിപ്പോ റിമോട്ടോമി കോമഡി കുത്തിക്കയറ്റാൻ വേണ്ടി പറഞ്ഞതാണോ അതോ കോംപ്ലിമെന്റിന് വേണ്ടി മാത്രം പറഞ്ഞതാണോ എന്ന് ഉറപ്പില്ല. പക്ഷെ അടുത്തതായി ഇവിടെ കാണുന്നത് എന്തായാലും പുള്ളിക്കാരി കോമഡി ആക്കാൻ നോക്കിയത് തന്നെയാണ്. പക്ഷെ ആ പയ്യൻ പുള്ളിക്കാരിയാകെ ഇല്ലാതാക്കി കളഞ്ഞു. പിന്നെ നിങ്ങൾ കുറെ നേരമായിട്ട് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരുന്നല്ലോ, പുറത്ത് നിൽക്കുകയായിരുന്നല്ലോ, അതാണ് ഞാൻ ചോദിച്ചത്. ചേച്ചി പറഞ്ഞ തമാശ അവിടെ കിടന്ന് അളിക്കുന്നു. അതിപ്പോ ആ പയ്യനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇമാതിരി കോമഡിയൊക്കെ പടച്ചുവിടുമ്പോ ആലോചിക്കണമായിരുന്നു. ഇനി സെയിം ഷോയിൽ നിന്നുള്ള മറ്റൊരു സംഭവം കൂടി കണ്ട് ഇന്നത്തെ ഈ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം. അല്ല, ഞാൻ കേട്ടിട്ടുണ്ട് മുകേഷ് ചേട്ടൻ ഇങ്ങനെ ഈ ബെഡ്റൂം സീനോ അല്ലെങ്കിൽ കിസിംഗ് സീനൊക്കെ ഇങ്ങനെ ഡ്യൂപ്പിട്ടേ ചെയ്യാറുള്ളൂ അല്ലേ? തീർച്ചയായിട്ടും. അതെല്ലാം നമ്മൾ കോൺട്രാക്ടിനകത്ത് എഴുതി. നോ കിസ്സിംഗ് സീൻസ്, നോ ലിപ് ലോക്ക്, നത്തിങ്. അത് ആൾക്കാര് വിശ്വസിച്ചോട്ടാ. പിന്നെ ഡ്യൂപ്പിട്ടാന്ന് കിസിംഗ് സീനല്ല. അല്ല, ഞാൻ പറഞ്ഞ അങ്ങനല്ല, ഞാനാണ് ഡൂപ്പ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രത്തോളമായിരുന്നു? വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.
മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.